إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും ആവശ്യം ഉള്ളതും അതിലധികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഒരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം അവങ്കിലേക്ക് തന്നെ മടക്കുവാൻ കൽപ്പുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെ ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതൊരു സമയത്താണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്കെല്ലാം കൃത്യമായ ബോധ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു യൗമുൽ ജുമുഅ നമുക്ക് അല്ലാഹു നൽകുകയാണെങ്കിൽ നമ്മൾ റമദാനിലായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു അവസരത്തിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു മനോഭാവമാണ്, അതല്ലെങ്കിൽ ഈമാനിന്റെ ഏതൊരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പ്രസ്താവിക്കുന്നു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിനെ അവതീർണമാക്കിയത് റമദാൻ മാസത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കാകമാനം സന്മാർഗദർശിയായി. വബയ്യിനാതിൻ മിനൽ ഹുദാ, മാത്രമല്ല ആ സന്മാർഗ ദർശനത്തിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണവും വിവക്ഷയും അതിലുണ്ട്. ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ സന്നിഹിതരായാൽ അവർ എന്തു ചെയ്യട്ടെ? നോമ്പെടുത്തുകൊള്ളട്ടെ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണത, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആൻ ആരുടെ വചനമാണ്? അള്ളാഹുവിന്റെ വചനമാണ്. അള്ളാഹുവിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. ഈ പരിശുദ്ധ ഖുർആൻ ആരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഈ പരിശുദ്ധ ഖുർആൻ ഏതൊരു പ്രവാചകരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു മാസത്തിലാണ് ഇറക്കിയത്? റമദാൻ മാസത്തിൽ. ആ റമദാൻ മാസത്തോളം ശ്രേഷ്ഠത മറ്റൊരു മാസത്തിനുമില്ല.
ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു രാത്രിയിലാണ് ഇറക്കിയത്? ലൈലത്തുൽ ഖദർ. ആ രാത്രിയോളം ശ്രേഷ്ഠത മറ്റൊന്നിനുമില്ല. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിശുദ്ധ ഖുർആൻ അതെത്രമാത്രം ശ്രേഷ്ഠമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംസാരം കലാമുല്ലാഹ്, ഇത് എത്രമാത്രം നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ അതിന്റെ ആളുകളായിട്ട് അതിനെ എത്രമാത്രം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ റമദാൻ മാസം ശ്രേഷ്ഠമാകുന്നത്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഒരു മാസം മുഴുവനും നോമ്പെടുക്കുവാൻ, ആ മാസത്തിലെ മുഴുവൻ ദിവസവും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നന്ദിയോടുകൂടി താഴ്മയോടുകൂടി വിനീതരായി മടങ്ങുവാനുള്ള ആഹ്വാനമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ മുഴുവനായി നോമ്പെടുക്കണം എന്നുള്ളത്. സഹോദരങ്ങളെ, അതിനായി നമ്മളുടെ മനസ്സും ശരീരവും പരിസരവും എല്ലാം പാകപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചയിൽ താഴെ സമയം മാത്രം ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ഒരു സമയത്ത് ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനായി നമ്മൾ കാത്തിരിക്കുക, നമ്മൾ തയ്യാറാവുക. എല്ലാ നിലക്കും ഈ റമദാനിനെ വരവേൽക്കുവാനായി നമ്മൾ തയ്യാറെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി. നമ്മളുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന നബി വചനമാണ്. ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുത്തു, രണ്ടു കാര്യങ്ങൾ അയാളിൽ ഉണ്ടായി. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് ഇഹ്തിസാബ്, വിശ്വാസം ഉണ്ടായിക്കൊണ്ട്. വെറുതെ നോമ്പെടുക്കലല്ല. റമദാൻ മാസമായല്ലോ, എല്ലാവരും നോമ്പെടുക്കുന്നു, ഞാൻ നോമ്പെടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും, ഞാൻ മാത്രം ഇങ്ങനെ നോമ്പെടുക്കാതിരിക്കും എന്നുള്ളതല്ല വിശ്വാസിയുടെ ചിന്ത. മറിച്ച് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണിത്. ഈ മാസത്തിൽ എന്നോട് എന്റെ റബ്ബ്, എന്റെ നാഥൻ, എന്റെ ഉടമസ്ഥൻ, എന്റെ യജമാനൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നോമ്പെടുക്കുവാൻ. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുവാൻ. ആ ഈമാൻ ആയിരിക്കണം സഹോദരങ്ങളെ ആദ്യം നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത്. രണ്ടാമതായി എന്തും വേണം, വഹ്തിസാബ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും വേണം. പ്രതിഫലം ആഗ്രഹിക്കാൻ നമുക്ക് അതിലൊരു തെറ്റുമില്ല. ആഗ്രഹിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലം അത് അവന്റെ അടിമകൾക്ക് ആസ്വദിക്കുവാനുള്ളതാണ്. അവന്റെ അടിമകൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുള്ളതാണ്. അസ്സൗമു ലീ വ അന ഉജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക. അപ്പൊ ബാക്കിയുള്ള അമലുകളോ, അതിനൊക്കെ ആരാണ് പ്രതിഫലം നൽകുന്നത്? അള്ളാഹു തന്നെയാണ്. എങ്കിലും ആ നോമ്പിനെ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാ? ആ നോമ്പ് അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും നമുക്ക് അതിൽ ഉദ്ദേശിക്കാൻ കഴിയില്ല. ഈ നോമ്പെടുക്കുമ്പോൾ റിയാ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അമലാണെന്നാണ് ഉലമാക്കൾ നോമ്പിനെ കുറിച്ച് പറയുന്നത്. നമസ്കാരത്തിൽ റിയാ കടന്നു വരാം, ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ സാധിക്കും. സക്കാത്തിലും ഒരുപക്ഷെ വരാം, ഹജ്ജിലും ഉംറയിലും വന്നു എന്ന് വരാം. പക്ഷേ നോമ്പിൽ റിയാ കടത്താൻ സാധിക്കില്ല. എങ്ങനെ? ഒരാൾക്ക് നോമ്പുണ്ടോ എന്ന് അയാൾക്കും അള്ളാഹുവിനും മാത്രമേ അറിയൂ. അങ്ങനെയുള്ള അത്രയും ശ്രേഷ്ഠമായ ഒരു അമലാണ് ഈ നോമ്പ്. അസ്സൗം, എന്റെ അടിമ ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, വെള്ളം ഉപേക്ഷിക്കുന്നു, അവന്റെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതെനിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അവന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത്. സഹോദരങ്ങളെ, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നമുക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരൊറ്റ ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴി ദൂരം അയാളെ അള്ളാഹു അകറ്റും. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? 70 വർഷം ഒരാൾ യാത്ര ചെയ്താൽ അത് എത്ര ദൂരമുണ്ടാകും? അത്രയും ദൂരം ഒരൊറ്റ ദിവസത്തിന്റെ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിൽ നിന്നും അകറ്റുമെങ്കിൽ, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ നിർബന്ധമാക്കിയ നോമ്പിന്റെ പ്രതിഫലം എത്രയായിരിക്കും? അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു പറയുകയാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹു ഏറ്റിരിക്കുകയാണ്.
അള്ളാഹു ഏറ്റിരിക്കുന്ന ഒരു കാര്യം, നമ്മളോട് കൃത്യമായി വെളിപ്പെടുത്താത്ത ഒരു കാര്യം. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ. നമുക്ക് പറഞ്ഞു തരാത്ത പ്രതിഫലങ്ങളെ കുറിച്ച് ഉലമാക്കൾക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. അത് വളരെ 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 ഭീമമായ പ്രതിഫലമാണ്. സ്വർഗത്തെ പറ്റി നമുക്ക് അധികമൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു ഹൃദയവും ചിന്തിക്കാത്തത് എന്ന് മാത്രം പറഞ്ഞു. അതുപോലെ തന്നെ സ്വർഗത്തെ പറ്റി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏതാനും ചില വർണ്ണനകളുണ്ട് എന്നല്ലാതെ. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പ്രതിഫലം എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 നേരത്തെ നമസ്കാരത്തിന് ഇന്നതാണ് പ്രതിഫലം എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാരണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അല്ലാഹുവിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല. 5 നേരത്തെ നമസ്കാരത്തിന് ഇന്നതാണ് പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ല. റമദാൻ മാസത്തിൽ നോമ്പിന് ഇന്നതാണ് പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ല. പറയാത്ത പ്രതിഫലങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്ത, നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത പ്രതിഫലങ്ങളാണ് ഇതാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തെ നമ്മൾ സൂക്ഷിക്കുക, കരുതിയിരിക്കുക. അതിലെ ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെടാതെ, ഒരു സെക്കൻഡ് പോലും ഈ റമദാൻ മാസത്തിൽ വെറുതെ കളയാതെ ഇത് മുഴുവനായും ഉപയോഗിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാവുക. മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിഹി. ഇതുവരെ അയാൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു പുറത്തു. അതിൽ പെടുന്നത് ചെറിയ പാപങ്ങളാണ്. വൻപാപങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു. അപ്പൊ വൻപാപങ്ങൾ എങ്ങനെ പൊറുക്കപ്പെടും? എന്താണ് വൻപാപങ്ങൾ? ശിർക്ക്, കൊലപാതകം, സിഹ്ർ, വ്യഭിചാരം, പലിശ, മോഷണം, പതിവ്രതകളെ വ്യഭിചാരം ആരോപിക്കൽ തുടങ്ങിയ വലിയ വലിയ പാപങ്ങൾ, കബായിർ എന്നെണ്ണപ്പെടുന്ന വൻ പാപങ്ങൾ. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ സാധാരണ പാപങ്ങളെ പോലെയല്ല, ചെറിയ പാപങ്ങളെ പോലെയല്ല. ഇത് വളരെ അപകടകരമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പക്ഷേ ഒരടിമക്ക് നരകം ഉറപ്പാക്കാൻ സാധിക്കുന്ന ആ രീതിയിലുള്ള നരകം അർഹിക്കുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ തന്നെയാണ്. ഇത്തരം പാപങ്ങൾ ഒരാളിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? സത്യസന്ധമായ തൗബ, അത് മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, വളരെയധികം നീറിപ്പുകയുന്ന മനസ്സോടുകൂടി, പാപഭാരത്തോടുകൂടി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് താഴ്മയോടുകൂടി, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയല്ലാതെ വൻ പാപങ്ങൾക്ക് മറ്റു പ്രതിവിധികളൊന്നുമില്ല. എന്നാൽ അത് തന്നെയാണ് ഏറ്റവും എളുപ്പമായ പ്രതിവിധി. തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നൽകിയിട്ടുള്ള ഓഫറാണ് നമുക്ക്. 100 ആളുകളെ കൊന്ന ഒരാളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, ആവർത്തിക്കേണ്ടതില്ല. 100 ആളുകളെ കൊന്നിട്ടും ഒരു നഫ്സിനെ കൊന്നാൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ, മുഴുവൻ ജീവനുകളും ഹനിച്ചതുപോലെയാണ് ഒരൊറ്റ ജീവൻ കവരുന്നത്. എങ്കിൽ 100 ആളുകളെ കൊന്നയാൾ എത്രമാത്രം പാപിയായിരിക്കും? അയാൾക്കും അള്ളാഹു പുറത്തു കൊടുത്തു. അയാൾ പാപഭാരത്തോടുകൂടി, കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിലേക്ക് നിഷ്കളങ്കനായി മടങ്ങാൻ തുനിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുത്തു. ഈ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ തൗബ സത്യസന്ധമാകുന്നത്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങളും പൊറുക്കും. എന്നാൽ ചെറു പാപങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. എല്ലാ ചെറു പാപങ്ങളും, ഈ വൻ പാപങ്ങൾക്ക് താഴെയുള്ളതെല്ലാം ചെറു പാപങ്ങളിൽ പെടും. അതെല്ലാം തന്നെ നമുക്ക് ഈ നോമ്പ് കൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, ഈമാനും ഇഹ്തിസാബും, വിശ്വാസവും പ്രതിഫലേച്ഛയും നമ്മളിലുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഇപ്പൊ പറയുന്നത് എന്താണ്? ആരെങ്കിലും റമളാനിൽ ഖിയാം ഉണ്ടായാൽ, എന്താണ് ഖാമ? ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. ആരെങ്കിലും ഈ രാത്രി നമസ്കാരം ഈ പറഞ്ഞ ഇതേ 2 നിബന്ധനകളോടുകൂടി, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നമസ്കരിച്ചാൽ, അതാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരത്തെ പറ്റി ഒരുപാട് പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മളൊരു കാര്യമാണ് മാത്രമാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വിഷയമാക്കേണ്ടതില്ല. നമ്മൾ തന്നെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കണ്ണും കാതും ഹൃദയവും ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ നാളെ ചോദ്യം ചെയ്യപ്പെടും.
ഇതാർക്കും പണയം വെക്കേണ്ടതല്ല. നമ്മളുടെ കണ്ണ് ഉപയോഗിച്ച് കണ്ട് മനസ്സിലാക്കേണ്ട അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കേൾക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെ ചിന്തിക്കണം. മറ്റാരും നമുക്ക് വേണ്ടി ചിന്തിക്കാൻ പാടില്ല, അത് ശരിയുമല്ല. നമ്മൾ കാണേണ്ടത് മറ്റാർക്കും കാണാൻ കഴിയില്ല. നമ്മൾ കേൾക്കേണ്ടത് മറ്റാരും നമ്മളെ കേൾപ്പിക്കാനും കഴിയില്ല. നമ്മൾ തന്നെ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കൃത്യമായി പഠിക്കുക, വിഷയാധിഷ്ഠിതമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യമെന്നുറപ്പുള്ള കാര്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കും, റമദാനിന്റെ ആദ്യ ദിവസങ്ങളിൽ പള്ളിയിലേക്കാണ് വന്നിട്ടുള്ളത്. പള്ളിയിൽ നമസ്കരിക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ടം. പിന്നെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി? നമുക്കറിയാവുന്നതാണ്. ആളുകൾ അത് അവരുടെ മേൽ അത് നിർബന്ധമാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയത്താൽ. എന്നാൽ ഇനി ഒരു ഭയമില്ല. ഉലമാക്കൾ വളരെ കൃത്യമായി അതിനെ പഠിപ്പിക്കുന്നു. ഇനി അങ്ങനെ ഒരു ഭയത്തിന് സാധ്യതയില്ല. വഹി നിലച്ചുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. ആ ആഗ്രഹം തന്നെയാണ് സുന്നത്ത്. അതുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് ഒരു ഇമാമിന്റെ കീഴിൽ തറാവീഹ് നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, തറാവീഹ് നമസ്കാരത്തിനിടയിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ആരും തടയില്ല, അത് ഹറാമൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനമുണ്ട്, ആരെങ്കിലും ഇമാമിന്റെ കീഴിൽ പൂർണ്ണമായും ആ നമസ്കാരം ഖിയാമുൽ ലൈൽ പൂർത്തിയാക്കിയാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് രേഖപ്പെടുത്തുമെന്നാണ്. ഇത്ര ഭീമമായ ഒരു പ്രതിഫലം രാത്രി മുഴുവൻ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഉറപ്പായും ഇൻഷാ അല്ലാഹ് ആ രാത്രിയുടെ അന്ത്യയാമങ്ങളും അതിൽ പെടുമല്ലോ. എല്ലാ ദിവസവും ദിനേന അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് പ്രതീക്ഷയോടും ഭയത്തോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ, ഭയപ്പാടോടും പ്രതീക്ഷയോടും കൂടി തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനും തങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ ദുആ ഇരക്കുവാനും വേണ്ടി അവരുടെ പാർശ്വങ്ങൾ മെത്തകൾ വിട്ടകലും എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ വിഭാഗം ആളുകൾ ദിനേന മുടക്കാതെ ഈ പറഞ്ഞ സഹറിന്റെ സമയത്ത് രാത്രിയുടെ 1/3 ശേഷിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർ ഒരിക്കലും ആകുലപ്പെടേണ്ടതില്ല, എനിക്കത് നമസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. കാരണം ഈ ഹദീസിലെല്ലാം അടങ്ങിയിരിക്കുന്നു. തറാവീഹ് നമസ്കരിക്കുന്നത് ഇശാക്ക് ശേഷമാണ്. അതോടുകൂടി വിത്ർ നമസ്കരിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി എനിക്കൊരു നമസ്കാരമില്ലല്ലോ എന്ന് ആകുലപ്പെടേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, ആ ഇമാമിന്റെ പിറകിൽ നമസ്കാരം പൂർത്തിയാക്കിയാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കലുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കൃത്യമായി തെളിവുകളെ മനസ്സിലാക്കുക, അമലുകളെ അറിയുക, അതനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളായി മാറട്ടെ. സഹോദരങ്ങളെ, ഈ രീതിയിൽ ഈ റമദാൻ മാസത്തിനെ എങ്ങനെയെല്ലാം നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം നമ്മൾ വിനിയോഗിക്കേണ്ടവരാണ്. ഈ ഒരു റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇദാ ജാ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലികത് അബ്വാബുൻ നാർ വസുഫിദതിശ് ശയാതീൻ, സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും, ശൈത്വാനുമാർ ചങ്ങലയിലിടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ശൈത്വാൻ മാത്രമേ ചങ്ങലയിലാകുന്നുള്ളൂ. നമ്മളുടെ ശത്രുക്കളിൽ 2 ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ഒരു ശത്രു ചങ്ങലയിലായി. പക്ഷെ നമുക്ക് മറ്റൊരു ശത്രു കൂടിയുണ്ട്, നമ്മളുടെ നഫ്സ് തന്നെ. നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെ നമ്മളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ നമ്മളുടെ നഫ്സുണ്ട്. നഫ്സിനെ ആരും ചങ്ങലക്കിടുന്നില്ല. നമ്മളുടെ മരണത്തോടു കൂടി അല്ലാതെ നഫ്സിന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു കാഫിൽ നമ്മളോട് അറിയിച്ചത്, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്, അവന്റെ നഫ്സ് അവനോട് എന്തു മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഅ്, സൂറത്ത് യൂസുഫിൽ പറയുന്നത് പോലെ ഞാൻ എന്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല, ഈ നഫ്സ് തിന്മയിലേക്ക് അതിശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോയി കൂടാ. എന്തുകൊണ്ട് ശൈത്താന്മാർ ചങ്ങലയിലാക്കപ്പെട്ടിട്ടും തിന്മയിലേക്ക് പ്രേരണ വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാണ് കാര്യം. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ തിന്മയിലേക്ക് എത്തിക്കാനുള്ള നഫ്സിന്റെ ശ്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അതിനെ തിരിച്ചറിയുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി
വനഹൻ നഫ്സ അനിൽ ഹവ, ഏതൊരുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ ഒരു സമയത്തെ ഭയപ്പെട്ടു. ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു സമയമുണ്ട്, അതിനെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവ, നഫ്സിന്റെ തന്നിഷ്ടങ്ങളിൽ നിന്നും ആ നഫ്സിന്റെ തന്നിഷ്ടങ്ങളിൽ നിന്നും തിരിച്ച് പിന്മാറിക്കളഞ്ഞ് അതിൽ നിന്നും പിന്മാറിക്കളഞ്ഞ് അള്ളാഹുവിനെ നഫ്സിനെ ധിക്കരിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് മുന്നോട്ട് പോയോ ഫൈനൽ ജന്നത ഹിയൽ മഅവ, അയാൾക്കുള്ളതാണ് സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നഫ്സിന്റെ ശർറിനെ നമ്മൾ ഈ അവസരത്തിൽ കരുതിയിരിക്കുക. റമദാനിൽ നിന്നല്ല, ഏത് സമയത്തും മരിക്കുന്നതുവരെ നഫ്സിന്റെ ശർറ് നമുക്കുണ്ട്. അതിനെ തിരിച്ചറിയുക, എന്താണ് നഫ്സ് എന്ന് പഠിക്കുക, ഈ നഫ്സ് എങ്ങനെയല്ല നമ്മളെ പിഴപ്പിക്കുമെന്നുള്ളത് അറിയുക. ശൈത്വാൻ വസ്വാസ് നടത്തുന്നത് പോലെ തന്നെ നഫ്സിനും വസ്വാസ് നടത്താൻ സാധിക്കും. നമ്മളുടെ പലർക്കും പല ദൗർബല്യങ്ങളാണ്. ദൗർബല്യങ്ങൾ ഇന്നത്തെ മനുഷ്യരില്ല. നമ്മളുടെ ദൗർബല്യം എന്തെന്ന് നമുക്കറിയാം. ആ ദൗർബല്യത്തിലായിരിക്കും നഫ്സിന്റെ വസ്വാസ്. ആ ദൗർബല്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിരിക്കും നഫ്സിന്റെ എല്ലാ ശ്രമങ്ങളും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദേഹേച്ഛകളെ തിരിച്ചറിഞ്ഞ്, അതുപോലെ ഹറാമിലേക്ക് നമ്മളെ എന്താണ് വലിച്ചു കൊണ്ടുപോകുന്നത് തിരിച്ചറിഞ്ഞ് അതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ, നമുക്ക് എത്ര പ്രിയപ്പെട്ട ശീലങ്ങളാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ തുനിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് ശ്രദ്ധിക്കുക. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ, മൻ തറക ലില്ലാഹി ശൈഅൻ അവദഹു അല്ലാഹു ഖൈറൻ മിൻഹു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ, നമുക്കത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ശരി, നമുക്ക് എത്ര പ്രിയപ്പെട്ട ശീലമാണെങ്കിലും, നമുക്ക് എത്ര പ്രിയപ്പെട്ട കാര്യമാണെങ്കിലും, നമുക്ക് എത്ര പ്രിയപ്പെട്ട ലഹവാണെങ്കിലും, എന്താണെങ്കിലും ശരി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായത് അയാൾക്ക് അള്ളാഹു നൽകിയിരിക്കും ഇൻഷാ അള്ളാഹ് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുക. സഹോദരങ്ങളെ, ഒരുപാട് അമലുകൾ ഈദുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് ഇൻഷാ അള്ളാഹ്. ഒരുപാട് കാര്യങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ടുണ്ട് ഇൻഷാ അള്ളാഹ്. വഴിയെ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കുക, ഇൽമ നേടുക. തലബുൽ ഇൽം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. തലബുൽ ഇൽം, ഇൽമ തേടുക എന്നുള്ളത് ഓരോ മുസ്ലിം പുരുഷന്റെയും സ്ത്രീയുടെയും ബാധ്യതയാണ്. അതിൽ നിന്നും ആർക്കും ഒഴിവില്ല, അത് നിർബന്ധമാണ്. അതിൽ നിന്നും ആർക്കും രക്ഷയില്ല. എനിക്ക് ഇൽമെത്തിയില്ല എന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് നമ്മളുടെ ബാധ്യതയാണ്. ആരും നമുക്ക് കൊണ്ടുവന്ന് തരില്ല. നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആരും ഇൽമ തരാമെന്ന് ആരും ഏറ്റിട്ടില്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങുക. അങ്ങനെ അന്വേഷിച്ചിറങ്ങുന്ന ഇൽമിനും നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്ന ഇൽമിനും വ്യത്യാസങ്ങളുണ്ട്. അത് വളരെ പരിമിതമായിരിക്കും. ആളുകൾ, ഉലമാക്കൾ നമ്മളുടെ മുമ്പിൽ വന്ന് നൽകുന്ന ഇൽമുകൾ അത് പരിമിതമായിരിക്കും. പക്ഷെ ആ ഇൽമ തേടി നമ്മൾ ഇറങ്ങിയാലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ചാലോ, ഇൽമിന്റെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും. വളരെ വിശാലമായ ആന്തരികമായ ആനന്ദം നൽകുന്ന, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന ഇബാദത്തുകൾ സാർത്ഥകമായി നമ്മളുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന, ആ ഇബാദത്തുകളുടെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുന്ന ഇൽമും ഈമാനും അപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. വെറുതെ ഇരുന്നത് കൊണ്ട് അത് ലഭിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇൽമ കിട്ടുന്നത് പഠിക്കുന്നതിലൂടെ മാത്രമാണ്. വേറെ ഒന്നിലൂടെയും യഥാർത്ഥമായ ഇൽമ നമുക്കെത്തില്ല. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി അറിയുക, അള്ളാഹുവിനെ കുറിച്ച് തന്നെ അറിയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ മുത്തബഈൻ വമൻ ബിഹുദാഹു മുക്തഫ. ഏറ്റവും പ്രിയങ്കരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി അതുപോലുള്ള ഇമാമുമാരെല്ലാം തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരികയും ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായി രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ടു ചെറുപ്പക്കാർ വരുന്നു യമനിൽ നിന്ന്. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഈ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ കൂടുതൽ ഇജ്തിഹാദുള്ളയാളായിരുന്നു. അതായത് അമലുകളിൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളായിരുന്നു.
അങ്ങനെയുള്ള ഇദ്ദേഹം അധികം വൈകാതെ ഒരു യുദ്ധത്തിൽ ഷഹീദാകുന്നു. ആ യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദായതിനു ശേഷം മറ്റേയാളും 1 വർഷം ജീവിക്കുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇദ്ദേഹവും മരണപ്പെടുന്നു. ഇങ്ങനെ മഹാനായ സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബിയാണ്. 10 സ്വഹാബാക്കളിൽപ്പെട്ട മഹാനായ സ്വഹാബി. അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ കാണുന്നത് ഇദ്ദേഹം സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിൽക്കുന്നു. ഈ 2 പേരും അവിടെ കാത്തു നിൽപ്പുണ്ട്. നേരത്തെ പറഞ്ഞ 2 ചെറുപ്പക്കാർ. അങ്ങനെ സ്വർഗത്തിനകത്ത് നിന്നും ഒരാൾ വന്ന് എന്തു ചെയ്യുന്നു? ഈ ഷഹീദായ ആളെ ആദ്യം വിളിക്കാതെ ഈ 1 വർഷം ജീവിച്ച, അതിനുശേഷം 1 വർഷം ജീവിച്ചയാളെ ആദ്യം വിളിക്കുന്നു. അയാൾ കയറി കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നെ ഈ ഷഹീദായ ആളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ഈ 2 ആളും സ്വർഗത്തിൽ പ്രവേശിച്ചു. 2 ആളും എന്നിട്ട് തിരിച്ച് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ സമയമായിട്ടില്ല, തിരിച്ചു പോകും, നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചേക്കും. ഇത്രയുമായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വപ്നം. ഇദ്ദേഹം ഇത് ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബു, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അത്ഭുതം? അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ സുമ്മ ഇസ്തുശ്ഹിദ ഫീ സബീലില്ലാഹ്, ഏറ്റവും കൂടുതലായി ദീനിൽ ഇജ്തിഹാദ് ചെയ്തിരുന്നയാളാണ് അദ്ദേഹം. മാത്രമല്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായിട്ടുമുണ്ട്, രക്തസാക്ഷിയുമായിട്ടുണ്ട്. എന്നിട്ടോ അദ്ദേഹത്തെ വിളിക്കാതെ ശേഷം 1 വർഷം ജീവിച്ച് മരിച്ചുപോയ, സാധാരണ രീതിയിൽ മരിച്ചുപോയ ആളെയാണ് ആദ്യം വിളിച്ചത്. ഇതിലാണ് ഞങ്ങൾക്ക് അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദ സന വഅദ്റക റമളാൻ ഫസാമ, ഇദ്ദേഹത്തിന് 1 വർഷം ജീവിച്ചപ്പോൾ ആ 1 വർഷത്തിൽ റമളാൻ കിട്ടിയിട്ടുണ്ടാകാമല്ലോ, ആ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചിട്ടുണ്ടാകാമല്ലോ, അതിൽ അദ്ദേഹം നോമ്പെടുത്തിട്ടുണ്ടാകാമല്ലോ, ഈ റമളാൻ മാസത്തിൽ അദ്ദേഹം ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാകാമല്ലോ എന്നെല്ലാം അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അവർ പറഞ്ഞു, അതേ റസൂലേ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫലമാ ബൈനഹുമാ അബ്അദ് മാ ബൈന സമാ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വ്യത്യാസം അവർ 2 പേർക്കും ഇടയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഷഹീദിനേക്കാൾ ഷഹീദാകുന്നത് മോശം കാര്യമാണ് എന്നല്ല, മറിച്ച് ഷഹീദായി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരാളേക്കാൾ 1 വർഷം കൂടുതൽ ജീവിച്ച ഒരു റമളാൻ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ അയാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ റമളാനിൽ അയാൾ പൂർണ്ണമായി നോമ്പെടുക്കുകയും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ആ ഷഹീദിനേക്കാൾ വലിയ ദറജയിലേക്ക് എത്താൻ സാധിക്കും. അത്രയ്ക്കും ശ്രേഷ്ഠമാണ്, അത്രയ്ക്കും. കാരണം ഈ സ്വഹാബാക്കൾക്ക് അത്ഭുതം, അതിശയം തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഷഹീദിന്റെ ദറജ അത്രയും വലുതാണ്. ഷഹീദിനെ കുറിച്ച് പറയുന്ന സമയത്തെല്ലാം അത് മറ്റൊരു വിഷയമാണ്. ഒരുപാട് ശ്രേഷ്ഠതകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ആളേക്കാൾ എന്തു ശ്രേഷ്ഠതയാണ് കേവലം 1 വർഷം മാത്രം ജീവിച്ച് സാധാരണ രീതിയിൽ മരിച്ചുപോയ ആൾക്കുള്ളത് എന്നവർ അത്ഭുതപ്പെട്ടതിൽ അതിശയമൊന്നുമില്ല. പക്ഷേ ഇതാണ് ആ അതിശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അത്ഭുതം, ആ രഹസ്യം ഇതാണ്. ആ അവസരത്തിലാണ് ഇൻഷാ അല്ലാഹ്, അതിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ ഉള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈ അവസരം ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് നൽകിയാൽ, ഇനിയും സമയമുണ്ട്, ആ അവസരം നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക, ഇൻഷാ അല്ലാഹ് ഈ റമളാൻ മാസത്തിലെ 1 നിമിഷം പോലും വെറുതെ കളയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധം, ഹൃദയബന്ധം സ്ഥാപിക്കും, പുതിയതായ ഇൽമുകൾ പഠിക്കും, അത് ജീവിതത്തിന്റെ ഭാഗമാക്കും. ഇൻഷാ അല്ലാഹ് സ്വതക്കകളിൽ മുന്നിലുണ്ടാകും, സൽക്കർമ്മങ്ങളിൽ മുന്നിലുണ്ടാകും, ഇബാദത്തുകളിലെല്ലാം മുന്നിലുണ്ടാകും. നോമ്പ് തുറപ്പിക്കുന്നതിൽ, അഗതിയെ പരിപാലിക്കുന്നതിൽ, അനാഥരെ സംരക്ഷിക്കുന്നതിൽ, അതുപോലെ ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാകും മുന്നിൽ എന്ന ഒരു ചിന്തയായിരിക്കണം, ഒരു ദൃഢബോധ്യമായിരിക്കണം, ഒരു നിശ്ചയം ആയിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും
അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അള്ളാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും എല്ലാം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ മാസത്തിനെ സമാഗതമാകുകയും അതിൽ സന്നിഹിതരാകുകയും അതിനെക്കൊണ്ട് ഗുണമെടുക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരായ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.